Watch full episodes on Jio Hotstar. മമ്മി, എനിക്ക് നിങ്ങളുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവണട്ടാ. ഞാനിന്ന് പുതുതായിട്ടൊരു ബുൾഡോസർ വാങ്ങിയിട്ടുണ്ട്. ഇതിന് ഞാൻ കൺസ്ട്രക്ഷൻ ജോലിക്ക് വേണ്ടി ഉപയോഗിക്കാൻ പോവാണ്. എക്സ്ക്യൂസ് മീ, നിങ്ങളൊന്ന് ഇങ്ങോട്ട് വരുമോ? വിളിച്ചെടുത്തല്ലോ. ആരെന്നെ വിളിച്ചത്? ആരപ്പനെ വിളിച്ചത്? ഈ സ്റ്റാച്ചുവിന് സംസാരിക്കാൻ കഴിയില്ലല്ലോ, പിന്നെ ആരപ്പ എന്നോട് സംസാരിച്ചത്? ഞാനാണ് പറഞ്ഞത്, ഞാൻ ഈ ഗുഹയ്ക്കകത്താണ് താമസിക്കണേ. മമ്മി, ഭൂതം 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 എന്നോട് സംസാരിക്കാണല്ലോ. പേടിക്കണ്ട, ഞാനൊരു ഭൂതമൊന്നും അല്ല, ഞാനൊരു പഴയ മാന്ത്രികനാണ്. എനിക്ക് കരയാനുള്ള അനുവാദമുണ്ട്. നീ കരയണമെങ്കിൽ വേണേ കരഞ്ഞോ, എന്ത് വേണേ ചേർന്നോ, എനിക്കെന്താണ്? താങ്ക് യു. ഞാൻ ആക്ച്വലി അനുവാദം ചോദിക്കുകയായിരുന്നു. അക്കട് ബക്കട് അകരം പകരം ഡിഗ്ഡുഗ് ഡിഗ്ഡുഗ് ഗ്യൂ. ഈ നഗരത്തിലെ എല്ലാ മനുഷ്യരും കരയും. ഞാൻ കരഞ്ഞോണ്ടിരുന്ന എല്ലാരും കരയും. നീ കരയണമെങ്കിൽ വേണമെങ്കിൽ കരഞ്ഞോ, പക്ഷെ നീ എന്തിനാ എന്നെ കരയിപ്പിക്കുന്നത്? മജീഷ്യൻസ് ആണ്. എന്തിനാ വിളിച്ചത്? എന്നെ ജനങ്ങൾ നേരത്തെ കരയിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇനി ജനങ്ങളെ കരയിപ്പിക്കാൻ പോവുകയാണ്. ഇനി നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കരഞ്ഞോണ്ട് തന്നെ ഇരിക്കും. നിങ്ങൾ കരഞ്ഞോണ്ടിരിക്കുമ്പോൾ അത്രയും നേരം നിങ്ങൾ നിങ്ങളുടെ സാധനങ്ങൾ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കും. ഓ, നിനക്കിപ്പൊ തന്നെ പോകാം. ഞാൻ പൊട്ടിക്കും, ഞാൻ ഇതിനെ പൊട്ടിക്കും. എന്റെ കാല് പൊളിച്ചെടുത്തല്ലോ. എന്റെ ബുൾഡോസർ അങ്ങോട്ടായി പോകുന്നത്. അവിടെ നിൽക്കൂ. ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? അവിടെ നിൽക്കാനല്ലേ പറഞ്ഞത്? ഓ, ഇനി എല്ലാ നഗരവാസികളെയും എന്റെ അടുത്തേക്ക് ഇങ്ങോട്ട് അയക്കൂ. ഞാൻ എല്ലാരെയും കരയിപ്പിക്കും. അവരോട് എല്ലാവരോടും പോയി പറയൂ, ഇങ്ങനെ ഒരു മാന്ത്രികൻ ഇവിടെ ഉണ്ടെന്ന്. നിന്നോട് നിൽക്കാൻ പറഞ്ഞത്. ആരെങ്കിലും ഈ ബുൾഡോസറിനൊന്ന് തടയണേ, ഒന്ന് നിർത്തണേ. മമ്മി, രക്ഷിക്കണേ. നിൽക്കാനല്ലേ പറഞ്ഞ? എല്ലാവരും ഒന്ന് മാറിപ്പോ. ദേ ബുൾഡോസർ ഇങ്ങോട്ട് നോക്കിയാ വരുന്നത്. എന്റെ സമോസ. മോട്ടോർ പത്തലോ, എന്റെ ബുൾഡോസർ ഒന്ന് നിർത്തോ. പൊളിച്ചെടുത്തല്ലോ. എന്റെ ഗസീറ്ററാമ, ഇതൊക്കെ എങ്ങനെ സംഭവിച്ചത്? പത്ലു, ഗസീറ്റാറാൻ പറയുന്നത് അവന് ഈ പ്രശ്നമൊക്കെ ഉണ്ടായത് ഒരു മന്ത്രവാദി കാരണം മാത്രേ. അതുകൊണ്ട് അവൻ പറയുന്നത് മുഴുവൻ നീ കേട്ടോണ്ടിരിക്കേ. അപ്പോഴത്തേക്കും ഞാൻ ആ മന്ത്രവാദി എവിടെയാ ഉള്ളതെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. വരൂ സുഹൃത്തെ, ഞാൻ ഒരു പഴയ മാന്ത്രികനാണ്. നിങ്ങളുടെ അനുവാദം ഉണ്ടെങ്കിൽ ഞാൻ കരയാൻ തുടങ്ങിക്കോട്ടെ. മന്ത്രവാദി പെർമിഷൻ തന്നിരിക്കുന്നു. അക്കം ബക്കം മകടം പകടം ഡിക്കും ഡിക്കും ജൂ. കരയും ഈ നഗരത്തിലെ മനുഷ്യർ. എന്റെ കണ്ണിൽ കണ്ണീരുള്ളത്രയെന്നാണ്. നിങ്ങൾ എന്തിനാ കരയുന്നത് മന്ത്രവാദി? എന്താ കാര്യം പറ. ഇവിടുന്ന് 100 വർഷം മുമ്പ് ഞാൻ ഇതേ ഫുർഫുറി നഗറിൽ മാജിക് ഷോ നടത്തുന്നുണ്ടായിരുന്നു. അന്ന് എനിക്ക് ഫുർഫുറി നഗറിനെ ഭരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ഇവിടുത്തെ ആൾക്കാരെല്ലാം എന്നെ എതിർത്തു. എന്നിട്ട് ചതിയും വഞ്ചനയും കാണിച്ച് എന്നെ ആ ഗുഹയിൽ അടച്ചിട്ടു. പക്ഷെ ഇന്ന് ഞാൻ തിരിച്ചു വന്നിരിക്കുന്നു. ഇന്ന് ഞാൻ എന്റെ വർഷങ്ങൾ മുമ്പുള്ള ആഗ്രഹം പൂർത്തീകരിക്കാൻ പോവുകയാണ്. മുഴുവൻ ഫുർഫുറി നഗറിനെ ഞാൻ കരയിപ്പിക്കും. നിങ്ങൾ എല്ലാവരും കരഞ്ഞോണ്ടിരിക്കുമ്പോ ഞാൻ ഒത്തിരി ചിരിക്കും. എനിക്കും കരയണം തോന്നുന്നു. യോ, എനിക്ക് കരച്ചില് വരുന്നേ. എന്റെ മോട്ടു, നീ ഇത്രയും നേരം എവിടെയായിരുന്നു? പത്ലു,
ഞാൻ ആ കരയുന്ന മന്ത്രവാദിയെ കണ്ടേച്ച് വരികയാണിപ്പോ. എനിക്കും കരച്ചില് വരുന്നു. എന്നിട്ട് എന്റെ മനസ്സ് പറയുന്നു ഒക്കെ തല്ലി പൊട്ടിക്കുന്നു. മോട്ടു നിർത്ത്. മോട്ടു വേണ്ടെന്നാ പറഞ്ഞത്. മോട്ടു നിർത്ത്. പത്തുലു, ഈ വീട്ടിലെ സാധനങ്ങളൊക്കെ എങ്ങനെയാ പൊട്ടിപ്പോയത്? എനിക്കറിയില്ല നീ ഏത് മാജിക്കാരനെ പോയി കണ്ടിട്ട് വന്നെന്ന്. നീ അവിടേക്ക് പോയതിനു ശേഷം പിന്നെയൊക്കെ എങ്ങനെയാ ചെയ്യുന്നത്? ഗസീറ്റാറാമും ആ മാജിക്കാരനെ കാണാൻ പോയിരുന്നു. നിങ്ങൾ രണ്ടുപേരെയും അദ്ദേഹം എന്ത് മാന്ത്രിക വിദ്യയാണ് ചെയ്തതെന്ന് അറിയില്ല. പത്തുലു, ആ മന്ത്രവാദിയെ കുറിച്ച് ഒന്നും ചോദിക്കരുത്. അവൻ ഭയങ്കര അപകടകാരിയാണ്. അയാളെ കാണാൻ ആരൊക്കെ പോയാലും ആദ്യം അവന് കരയാൻ നമ്മളടുത്ത് പെർമിഷനും ചോദിക്കുന്നുണ്ട്. അതിനുശേഷം അവന്റെ കരച്ചില് കണ്ടാലുണ്ടല്ലോ പത്തുലു, നമ്മുടെ മനസ്സ് കിടന്ന് പെടയും. അവന്റെ കരച്ചില് കേട്ടാ കൂടെ നിൽക്കുന്ന നമുക്കും കരയണമെന്ന് തോന്നും. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? അതുകൊണ്ട് നീ തന്നെ ആലോചിക്കും പത്തുലു, ഇതിന് നമ്മൾ എന്താ ചെയ്യാ? ഐഡിയ. ഡോക്ടർ ജട്ടിയോട് സഹായം ചോദിക്കാം. ഞാൻ ചിങ്കം സാറിനെ അങ്ങോട്ട് വിളിച്ചോണ്ട് വരാം. എന്റെ പത്തിലു, നീ ഇതെന്താണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ മന്ത്രവാദിയുടെ കരച്ചിലിന്റെ പിന്നില് എന്തെങ്കിലും ഒരു കഥയുണ്ടോന്ന് നോക്കാണ്. എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ കരച്ചിലിന്റെ പിന്നിൽ എന്തോ ഒരു കഥയുണ്ടെന്നാ. കേൾക്ക്, നമ്മൾ തെരഞ്ഞുകൊണ്ടിരുന്ന ന്യൂസ് കിട്ടിപ്പോയി. എന്ത് ന്യൂസാണ്? ഈ മന്ത്രവാദി തൊട്ടടുത്തുള്ള ഗ്രാമത്തിലുള്ളതാണ്. അവർ നമ്മുടെ ഗ്രാമത്തിലേക്ക് കുടിയേറി പാർക്കാന്ന് വന്നതാ. ഈ സ്ഥലം അങ്ങ് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അദ്ദേഹം ഇവിടെയുള്ള ആളുകളെ ആക്രമിക്കാൻ തുടങ്ങി. അത് സഹിക്കാൻ കഴിയാതെ ഇവിടെയുള്ള ആളുകൾ അദ്ദേഹത്തെ ഒരു ഗുഹയിൽ പിടിച്ചടച്ചതാണ്. അന്ന് മുതൽ അദ്ദേഹത്തിന് പുറത്തു വരാൻ കഴിഞ്ഞിട്ടില്ല. എന്റെ അമ്മോ, പുറത്തേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ പുറത്തു വന്നു കഴിഞ്ഞാൽ എന്താവും അവസ്ഥ? ഒരുപക്ഷെ ആ കരയുന്ന മന്ത്രവാദിയെ ഇല്ലാതാക്കാൻ അദ്ദേഹത്തെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവന്നേ മതിയാകൂ. ഒരു ദിവസം അദ്ദേഹം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ദേഹത്ത് സൂര്യന്റെ വെളിച്ചം തട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം ഇല്ലാതായി പോകും. ആ മന്ത്രവാദിയുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ അടിപൊളി ഐഡിയ കിട്ടിയേ. പക്ഷെ അവനെ എങ്ങനെയാ പുറത്തേക്ക് കൊണ്ടുവരിക? ഐഡിയ. ഒരുപക്ഷെ നീ അവന്റെ മുന്നിൽ പോയി കുറെ ചിരിച്ച് കാണിച്ച് അദ്ദേഹത്തിന് ഭ്രാന്ത് പിടിപ്പിച്ച് അദ്ദേഹത്തെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചാൽ കരച്ചിൽ നിർത്തി വന്നോളും. പക്ഷെ എങ്ങനെയാണ് ചിരിക്കുക? എനിക്കിപ്പോ കരച്ചിലല്ലേ വരുന്നത്. ചേടാ, എന്റെ ചങ്ക, എന്റെ ബ്രോ, നീ കരയല്ലേ? ഇന്നാ ഈ മാസ്ക് പിടിക്ക്. ഇത് ഇട്ടോ. ഇത് ഇട്ടാ നീ കരയുന്നത് ആ മന്ത്രവാദിനെ കൊണ്ട് കാണാൻ കഴിയില്ല. പിന്നെ നിനക്ക് മറ്റൊരു കാര്യവും ഞാൻ പറയാം. നിനക്ക് കരച്ചിൽ വന്നാലും നീ കരയുന്ന ശബ്ദം പുറത്ത് കേൾക്കാൻ പാടില്ല. ചിരിക്കുന്ന ശബ്ദം മാത്രമേ കേൾക്കാൻ പാടുള്ളൂ. എന്റെ മന്ത്രവാദി സുഖം തന്നെയാണോ? നിങ്ങൾ ഇത്ര ചിരിക്കാൻ കാരണം എന്താണ്? പിന്നെ ഞാനെന്താ നിങ്ങളെ പോലെ എപ്പോഴും കരഞ്ഞുകൊണ്ടേ ഇരിക്കണോ? എനിക്ക് ചിരി വരുന്നു. ഇങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. നീ എന്റെ മുമ്പിൽ ഇങ്ങനെ ചിരിക്കാൻ പാടില്ല. ഞാൻ കരയുകയാണെങ്കിൽ നീ എന്റെ കൂടെ കരഞ്ഞേ പറ്റൂ. എന്റെ മന്ത്രം ഒരിക്കലും തെറ്റാൻ സാധ്യതയില്ല. നിനക്ക് എങ്ങനെയാ ചിരിക്കാൻ സാധിക്കുന്നേ? മിസ്റ്റർ മന്ത്രവാദി, നിങ്ങൾക്ക് എന്നെ രക്ഷപ്പെടാൻ പറ്റില്ല. അത് ശരി, അപ്പൊ എന്നെ വഞ്ചിക്കുകയായിരുന്നോ? എന്നെ വിട്, നിങ്ങളെ കുറിച്ച് ആലോചിക്കൂ. ഒറ്റ പ്രാവശ്യം താൻ മേളിലോട്ടൊന്ന് നോക്കിയേ. എന്തിനാ എന്നോട് മുകളിലേക്ക് നോക്കാൻ പറഞ്ഞേ? ഇല്ല, നിങ്ങൾ എന്നെ പിന്നെ വഞ്ചിച്ചിരിക്കുന്നു.
താങ്ക് യു മോട്ടു പത്ലു. നിങ്ങൾ കാരണം എനിക്ക് മുക്തി കിട്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ വർഷങ്ങളോളം ഇതേ ഗുഹയിൽ ഇങ്ങനെ അടഞ്ഞിരുന്നേനെ. ബൈ ബൈ. ഇപ്പൊ നിനക്ക് എന്താ പറ്റിയത്? പത്ലു, എനിക്ക് ആ മന്ത്രവാദിയോട് സഹാനുഭൂതി തോന്നുന്നു. അവൻ അത്രയ്ക്ക് മോശപ്പെട്ട മനുഷ്യനൊന്നും ആയിരുന്നില്ല. മോട്ടു കരച്ചിലൊന്ന് നിർത്ത്. അദ്ദേഹം ഇവിടുന്ന് പോയി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ എല്ലാവരും അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. ഹലോ എവരിബാഡി. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമോ ഈ ഫുർഫുരി നഗറിൽ വെച്ച് ആരാണ് ഏറ്റവും വലിയ ബലശാലി പിന്നെ ശക്തിമാൻ എന്ന്? ഈ ഫുർഫുറി നഗരത്തിലെ വലിയ ബുദ്ധിമാനും പിന്നെ ധൈര്യശാലിയും ആരാണ് ആരാണ് ആരാണ്? എനിക്കൊന്ന് ആലോചിക്കാൻ സമയം തരൂ. അതെ സാറേ, ഈ ആലോചിച്ച് നിൽക്കുന്നവരില്ലേ, അയാളാണ് ഈ ഫുർഫുറി നഗരത്തിലെ ഏറ്റവും സമർത്ഥനായ ആള്. മനസ്സിലാകുന്നുണ്ടോ സാറേ? ഇവരാണ് മോട്ടുവും പത്ലുവും. ഫുർഫുറി നഗരത്തിൽ എന്തു പ്രശ്നമുണ്ടായാലും ഇവരാ അതിന് പരിഹാരം ഉണ്ടാക്കുന്നവര്. ഇവർ രണ്ടുപേരും ഇവിടെ ഉള്ളിടത്തോളം കാലം ഞങ്ങൾക്ക് വേറെ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. മോട്ടുവിന് ശക്തി ഉണ്ടെങ്കിൽ പത്ലുവിന് നല്ല ബുദ്ധിയാ, പുതിയ പുതിയ ഐഡിയ. അങ്ങനെയാണെങ്കിൽ ഞാൻ തെരഞ്ഞു വന്നത് എനിക്ക് എന്താ കിട്ടിയെന്നാണ് തിരയുന്നത്? എന്റെ പേര് ഈട്ടി പണക്കാരൻ എന്നാണ് പറയുന്നത്. എന്റെ അടുത്ത് കുറെ പൈസയുണ്ട്. പക്ഷേ എനിക്കിപ്പോ പെട്ടെന്ന് 2 ബോഡി ഗാർഡ്സിന്റെ ആവശ്യമുണ്ട്. നിങ്ങൾ രണ്ടുപേരും എനിക്ക് ബോഡി ഗാർഡ്സ് ആയിട്ട് വരാമോ മിസ്റ്റർ മോട്ടു, മിസ്റ്റർ പത്ലു? ഒരു മാസത്തിന് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഓരോ ലക്ഷം വെച്ച് തരാം. മാസം 1 ലക്ഷം രൂപയോ? എന്റെ വണ്ടി. ഞങ്ങൾക്ക് സമ്മതമാണ്. അതെ, നിങ്ങൾ രണ്ടുപേരും എങ്ങോട്ടാ പോയത്? ഞങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോയതായിരുന്നു. നിങ്ങൾ പറഞ്ഞ ജോലി ഞങ്ങൾക്ക് വേണം. അതിനെപ്പോഴാ വരേണ്ടത്? എപ്പോഴെന്നോ? നിങ്ങൾ രണ്ടുപേരും ഈ നിമിഷം തന്നെ എന്റെ ബോഡി ഗാർഡ്സ് ആയിട്ട് ജോയിൻ ചെയ്യണം. വേഗം എന്റെ കൂടെ വരൂ. വെൽക്കം. കണ്ടോ, ഇതാണ് ഞാൻ താമസിക്കുന്ന സ്ഥലം. ഇവർ രണ്ടുപേരും എനിക്ക് വളരെ വേണ്ടപ്പെട്ടവരാണ്. ഒരുത്തന്റെ പേര് പാപ്പു, മറ്റൊരുത്തന്റെ പേര് ചാപ്പു. സാറേ, നിങ്ങളുടെ കയ്യിൽ ഇത്രയധികം പൈസയൊക്കെ ഉണ്ടായിട്ടും പിന്നെന്തിനാ നിങ്ങൾ ഇവിടെ ഈ ടെന്റിൽ ജീവിക്കുന്നത്? എന്തെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പുറം രാജ്യങ്ങളിലേക്ക് ട്രാവൽ ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ടെന്റിനകത്ത് എനിക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. അത് മാത്രമല്ല, ഈ ടെന്റിനെ എനിക്ക് ആവശ്യമുള്ള എല്ലാ സ്ഥലത്തേക്കും ഞാൻ കൊണ്ടുപോകും. ചോദ്യം ചോദിക്കാതെ മിണ്ടാതെ രണ്ടുപേരും എന്റെ കൂടെ വരൂ. വേഗം അകത്തേക്ക് വാ. എന്ത് മനോഹരമായ പെയിന്റിംഗ്. വെരി ഗുഡ്. എന്റെ ശത്രുക്കൾ വളരെ ബുദ്ധിശാലികളാണ്. അവർ ഏത് വേഷത്തിൽ വേണമെങ്കിലും വന്ന് എന്നെ അറ്റാക്ക് ചെയ്യാൻ കാത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷെ അവർ ഇങ്ങനെ പോലും ചെയ്യാം. എന്നെ കുറിച്ച് നിങ്ങളുടെ അടുത്ത് തെറ്റായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നിൽ നിന്നും നിങ്ങളെ പിരിച്ചു കൊണ്ടുപോകാം. അതെ, നിങ്ങളെ എന്നിൽ നിന്നും പിരിച്ചു കൊണ്ടുപോയി നിങ്ങളെ വെച്ച് തന്നെ എന്നെ അറ്റാക്ക് ചെയ്യാം. ഇതിനു ശേഷം എന്നെ രക്ഷിക്കേണ്ടത് നിങ്ങൾ രണ്ടുപേരുടെ മാത്രം കടമയാണ്. ഡോണ്ട് വെറി സാർ, ഞങ്ങൾ കേൾക്കുന്നതൊന്നും അത്ര പെട്ടെന്ന് വിശ്വസിക്കില്ല. എത്ര വലിയ ആള് വന്നാലും ശരി, ഞങ്ങൾ നിങ്ങൾക്ക് നല്ല സുരക്ഷയായിരിക്കും തരുക. ഒരു പ്രാവിന് പോലും നിങ്ങളുടെ അടുത്തേക്ക് വരാൻ കഴിയില്ല. അത് ഉറപ്പാ. അത്രയധികം സെക്യൂരിറ്റി ആയിരിക്കും. അവിടെ നിൽക്ക. ഇല്ല പത്ലു, ആ പ്രാവുകൾ മുഴുവനും സാറിന്റെ തലയുടെ മുകളിൽ വന്ന് ഡാൻസ് കളിച്ചത് കണ്ടില്ലേ? എന്റെ മോട്ടു തിരിച്ചു വന്നേക്ക്. ഞാനൊരു പഴഞ്ചൊല്ല് പറഞ്ഞേ ഉള്ളൂ. മോട്ടു പത്ലു, നിങ്ങൾ രണ്ടുപേരും പോയി കുറച്ചു നേരം വിശ്രമിക്കൂ. ഞാനും അങ്ങനെ എന്റെ ജോലി ഒന്ന് തുടങ്ങട്ടെ. ശരിയല്ലേ? ഹലോ ചിങ്കം സാർ, നിങ്ങൾ അവിടെ പോലീസ് സ്റ്റേഷനിൽ വെറുതെ ഇരുന്നു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ കാട്ടിനകത്ത് ഒരു വലിയ സ്മഗ്ലർ താമസിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് മോട്ടു പത്ലു ആണ് അവർക്ക് ബോഡി ഗാർഡ്സ് ആയിട്ട് ഇരിക്കുന്നത്. ആർ വന്നാലും അവരെ തടുക്കാൻ കഴിയില്ല. എന്റെ അമ്മോ, മോട്ടു പത്ലു ഒരു സ്മഗ്ലറിന്റെ ബോഡി ഗാർഡോ? എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല.
ഒരു പക്ഷേ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് പോയി കാണൂ. അവിടെ സ്മഗ്ലർ ടെന്റിന്റെ അകത്ത് വൈരം, സ്വർണം എന്ന് കുറെ സാധനങ്ങൾ ഒളിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇൻസ്പെക്ടറായിട്ട് അവിടെ പോകാതെ ഒരു മഫ്റ്റി ഡ്രസ്സിൽ പോകുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ മോട്ടു പത്ലു നിങ്ങളെ ഈസി ആയിട്ട് തിരിച്ചറിയും. നിങ്ങളെ കണ്ടാൽ ആ ബോസ് അവിടുന്ന് ഈസി ആയിട്ട് രക്ഷപ്പെടും. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. അറിയാമല്ലോ, എംപോസിബിൾ. ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് പോയിക്കോളാം. അല്ല, നിങ്ങൾ ആരാണ് സംസാരിക്കുന്നത്? ഞാനൊരു അപരിചിതനാണ് സർ. ഹലോ 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 ഹലോ. മോട്ടു ശത്രു നമ്മുടെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. ദേ അങ്ങോട്ട് നോക്ക്. എന്റെ അമ്മോ! ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ആരാണത്? സാറേ, നിങ്ങൾ പോയി ഉറങ്ങിക്കോ. ഇത് നിങ്ങളുടെ ശത്രുവിന്റെ ആരോ ആണെന്നാ തോന്നുന്നത്. നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. എന്റെ അമ്മോ, ഞാൻ ശത്രുവിന്റെ ആളൊന്നും അല്ല. ഞാൻ ചിങ്കമാണ്, ഇൻസ്പെക്ടർ ചിങ്കം. പത്തിലോ ഇവൻ പറയുന്നത് ഒരിക്കലും വിശ്വസിക്കരുത് കേട്ടോ. കേട്ടില്ലേ, അവൻ ചിങ്കൻ സാറാണ് പോലും. എങ്ങോട്ടാ പോകുന്നത്? എന്റെ അമ്മോ! മോട്ടു, ഇന്നലെ രാത്രി നീ നല്ല കാര്യമാണ് ചെയ്തത് മോട്ടു. എനിക്ക് വളരെ സന്തോഷം. അതിനു വേണ്ടിയിട്ടാണ് നിനക്ക് സമോസ കൊണ്ടുവന്നത് മോട്ടു. ഞാൻ സന്തോഷത്തിലാണ് മോട്ടു. ഇന്നാ ഇതെന്റെ ഗിഫ്റ്റ് ആയിട്ട് വെച്ചോ മോട്ടു. നല്ലോണം കഴിക്ക്, നല്ലപോലെ കഴിക്കും മോട്ടു. കഴിക്കും മോട്ടു. എന്റെ ഓണർ മോട്ടുവിന് സമൂസ കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. മാത്രമല്ല, ഇന്നലെ വന്ന ആള് ചിങ്കം സാറാണെന്നും പറഞ്ഞു. എനിക്ക് ഈ സംഭവങ്ങളൊക്കെ പാടെ കൂട്ടി വെച്ച് നോക്കുമ്പോ എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ട്. ഇവിടെ ഞാൻ മോട്ടുവിന് ഇതേപോലെ സമോസ കൊടുത്തോണ്ടിരിക്കും. അതേപോലെ ഞാൻ അവന്റെ ഫ്രണ്ട്സിനെയൊക്കെ മോട്ടുവിനെ വലിയ ശത്രുവായി കാണുന്നത് പോലെ ചെയ്യും. അതാണ് പരിപാടിയല്ലേ? ജോണും തന്റെ കൂട്ടുകാരും ചേർന്ന് എല്ലാവരും പറ്റിക്കുകയാണല്ലേ? ചിങ്കം സാർ, ഞാൻ പത്ലുവാണ് സംസാരിക്കുന്നത്. വേഗം വരൂ. എന്റെ അമ്മോ പത്ലു, ഞാൻ നിന്നെ മോട്ടോട് വെറുതെ വിടില്ല. നിങ്ങൾ ചെയ്ത കുറ്റത്തിന് നിങ്ങൾക്ക് ശിക്ഷ കിട്ടിയിരിക്കും. ഓ, നീ ഇപ്പൊ ഡോക്ടർ ജഡ്ഗയുടെ കാറ് മോഷ്ടിക്കാൻ ആകാശത്ത് കറങ്ങി തിരിയാണല്ലേ? ഇനി നിന്നെ ഞാൻ വെറുതെ വിടില്ല. എന്റെ അമ്മോ! വേണ്ട, വേണ്ട, വേണ്ട. നിങ്ങളെല്ലാവരും എന്തിനെങ്ങനെ ഒച്ച വെക്കുന്നത്? ചിങ്കൻ സാർ, ആരെങ്കിലും മോട്ടുവിന്റെ അടുത്ത് പറയൂ, കാറിലിരിക്കുന്നത് വേറെ ആരുമല്ല, ഞങ്ങളാണെന്ന്. മോട്ടു, എന്റെ മോട്ടു, ആ കാറിൽ ഡോക്ടർ ജഡ്കയും ചിങ്കം സാറുമാണ്. ആ കയർ വിട്. സോറി സോറി. മോട്ടു, ഈ പൈസക്കാരൻ മുതലാളി ജോൺ ആണ്. ഓ, അപ്പൊ അതാണോ കാര്യം? സോറി വലിയേട്ടാ, തെറ്റ് പറ്റിപ്പോയി. ജോണിനോട് നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. പക്ഷെ വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്കൂ. ഐഡിയ, വേഗം വാ. ജോണിനുള്ള പണി എന്തായാലും നമുക്ക് കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ബോക്സ് റേറ്റിന്റെ സഹായം ചോദിക്കാം. എന്താ മുതലാളി, ഒരു സന്തോഷ വാർത്തയുണ്ട്. നിങ്ങൾ ഫാക്ടറി തുടങ്ങാൻ പോകുന്ന കാര്യം എല്ലാവർക്കും അറിഞ്ഞു പോയി. എല്ലാവരും ഡൊണേഷൻ തരാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഫുർഫുറി നഗറിൽ ഇതുപോലൊരു ഫാക്ടറി വന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് എല്ലാവർക്കും ജോലി ലഭിക്കുമെന്നാ കരുതിയിരിക്കുന്നത്. ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. ഡൊണേഷൻ തരണ്ട, അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടെന്ന് പറഞ്ഞു. ശരിയല്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്? എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ചെയ്തത്? അവരായിട്ട് തന്നെ ഡൊണേഷൻ കൊടുക്കാൻ ഇങ്ങോട്ട് വരുമ്പോൾ അത് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പാടില്ല പത്ലു. ഞാൻ തന്നെ അവരോട് പോയി സംസാരിച്ചോളാം. ഞാൻ തന്നെ സംസാരിക്കാം.
സഹോദരി സഹോദരന്മാരെ, ഇപ്പോഴാണ് മോട്ടുവും പത്ലുവും പറഞ്ഞത് എന്റെ ഫാക്ടറി കെട്ടാൻ വേണ്ടി നിങ്ങൾ ഡൊണേഷൻ കൊടുക്കാൻ വന്നതാണെന്ന്. എനിക്ക് സന്തോഷമായിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഫുർഫുറി നഗരത്തിന്റെ മേലെ ഇത്രയും സ്നേഹം വെച്ചിട്ടുള്ളത് കാണുമ്പോൾ ഞാൻ പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നു. നല്ല കാര്യം തന്നെ. നല്ല കാര്യം ചെയ്യാൻ വേണ്ടി എല്ലാവരും ലൈനിൽ നിന്ന് ഓരോരുത്തരായിട്ട് എന്റെ ടെന്റിനകത്ത് വരൂ. വന്ന് ഡൊണേഷൻ കൊടുത്തിട്ട് പോകൂ. നിങ്ങൾ എന്താ ചെയ്യുന്നത്? എനിക്ക് ഡൊണേഷൻ വേണ്ട, എനിക്ക് ഡൊണേഷനെ വേണ്ട. ഇല്ല സാറേ, ഇല്ല. ഇവരൊക്കെ ഒരുപാട് ദൂരത്തുനിന്ന് വരുമല്ലേ, അവരൊക്കെ നിങ്ങൾക്ക് ഡൊണേഷൻ തന്നിട്ടേ പോവുള്ളൂ അത്രേ. എന്നെ വിട്ടേക്ക്. പ്ലീസ് ഗോ. അയ്യോ, എനിക്കറിയാം ഞാൻ ജോൺ ആണെന്ന് നിങ്ങൾക്ക് എപ്പോഴോ മനസ്സിലായല്ലേ. ഞാൻ ജോൺ ആണ്. ജോൺ, ഇനി എന്റെ ഡൊണേഷൻ ബാക്കി കിടക്കുമല്ലേ നിനക്ക്? വേണ്ട മോട്ടു, നിന്റെ ഡൊണേഷൻ വേണ്ട. നീ എങ്ങനെ തരുന്ന എനിക്കറിയാം. അയ്യോ വേണ്ട മോട്ടു. ഡൊണേഷൻ വാങ്ങിച്ചോ ഡൊണേഷൻ. ഇതാണ് നിനക്കുള്ള ഡൊണേഷൻ. ബൈ ബൈ സാർ. വേണി തന്നെ താമസിച്ചോളൂ. നിങ്ങളുടെ കയ്യിൽ ഒരുപാട് കാശുണ്ടല്ലോ, ഒരുപാട് കാശുണ്ടല്ലോ. Watch India's largest kids library only on Jio Hotstar. Download the app now.